ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണൊരു സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കുന്നതെന്നാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന സപ്ലൈസ് 100% അക്രിലിക് യാണും ആ യാൺ സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഹുക്ക് സൈസസ് 4.5 mm. അത് രണ്ടുമാണ് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് ആവശ്യമുള്ള സപ്ലൈസ്. ആദ്യം തന്നെ മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ ചെയ്തതുപോലെ ഒരു സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കിയെടുക്കാം. ക്രോസ് ഷേപ്പിൽ നമ്മുടെ വർക്കിംഗ് യാൺ 2 വിരലിൽ ചുറ്റി അതിനകത്തൂടെ വർക്കിംഗ് യാൺ വലിച്ചെടുക്കുക. എന്നിട്ട് നമുക്കത് ഹുക്കുമായിട്ട് അറ്റാച്ച് ചെയ്യാം. ഇപ്പോൾ സ്ലിപ്പ് നോട്ട് റെഡിയാണ്. ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യാണിന് പാരലായിട്ട് ഹുക്ക് പിടിച്ച് യാണിന് മേളിലൂടെ ഇടത്തോട്ട് ഹുക്ക് കൊണ്ടുപോയി യാണിനടിയിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുക. മേളിക്കൂടെ ഇടത്തോട്ട് കൊണ്ടുപോയി അടിയിലൂടെ വലിച്ച് പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ഉണ്ടാക്കുന്നത്. നമുക്ക് 11 ചെയിൻ സ്റ്റിച്ചസ് ആണ് വേണ്ടത്. 11 ചെയിൻ സ്റ്റിച്ചസ് ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ 11 ചെയിൻ സ്റ്റിച്ചസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സിംഗിൾ ക്രോഷ്യ എങ്ങനെയാണ് ഇതിൽ നിന്ന് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹുക്കിൽ നിന്നുള്ള ഫസ്റ്റ് സ്റ്റിച്ച് നമ്മൾ യൂസ് ചെയ്യില്ല. സെക്കൻഡ് സ്റ്റിച്ചിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്ത് യാൺ നമുക്ക് വർക്കിംഗ് യാണ് നമുക്ക് അതിനകത്തൂടെ പുറത്തേക്ക് എടുക്കാം. അതിന് പുൾ ത്രൂ എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി നമ്മൾ യാൺ ഓവർ ചെയ്ത് ആ 2 ലൂപ്പിൽ കൂടെയും ഒരുമിച്ച് ഹുക്ക് പുറത്തേക്ക് എടുക്കുക. അതാണ് സിംഗിൾ ക്രോഷ്യ. ഒന്നുകൂടെ കാണിക്കാം. അടുത്ത ചെയിൻ സ്റ്റിച്ചിനകത്തൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. വർക്കിംഗ് യാണ് നമുക്ക് പുറത്തേക്ക് എടുക്കാം, പുൾ ത്രൂ. ഇപ്പം നമുക്ക് 2 ലൂപ്പ് നമ്മുടെ ഹുക്കിൽ കിട്ടിയിട്ടുണ്ട്. യാൺ ഓവർ 2 ലൂപ്പിലൂടെയും ഹുക്ക് പുറത്തേക്ക് എടുക്കുക. ഇതാണ് സിംഗിൾ ക്രോഷ്യ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള 11 ചെയിൻ സ്റ്റിച്ചസാണ് നമ്മൾ ഉണ്ടാക്കിയത്. അതിൽ ഒരു ചെയിൻ സ്റ്റിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടാണ് ബാക്കി ഉള്ളതിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ നമുക്ക് 10 സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. അടുത്ത സ്റ്റിച്ചിനകത്തൂടെ നമുക്ക് നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മുടെ വർക്കിംഗ് യാണ് അതിനകത്തൂടെ പുറത്തേക്ക് വലിച്ചെടുക്കാം. പുൾ ത്രൂ എന്നാണ് അതിന് പറയുന്നത്. ഇനി യാൺ ഓവർ 2 ലൂപ്പുണ്ട്. ആ 2 ലൂപ്പിൽ കൂടെയും ഒരുമിച്ച് പുറത്തേക്ക് എടുക്കുക. ഇതാണ് നമ്മുടെ സിംഗിൾ ക്രോഷ്യ. എല്ലാവർക്കും ഇത് ക്ലിയറായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ഈ സ്റ്റിച്ച് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ബൈ.